നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം മകം നക്ഷത്രക്കാരുടെ 2026 ഓഗസ്റ്റ് മുതൽ 2027 ഓഗസ്റ്റ് വരെയുള്ള ഫലങ്ങളാണ്. അതായത് തിരുവോണ വർഷ ഫലമാണ്. കൊല്ലവർഷം 1202 ആണ്ട് ഫലമാണ് പറയുന്നത്. മകം നക്ഷത്രക്കാർക്ക് കർമ്മത്തിന്റെയും അംഗീകാരത്തിന്റെയും ഒക്കെയുള്ള ഒരു വർഷമാണ്. മുമ്പ് നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾക്ക് ഫലം കിട്ടുന്ന ഒരു സമയമെന്ന് തന്നെ പറയാം. പക്ഷെ നമ്മൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. അഹങ്കാരം, തിടുക്കം ഇവയൊക്കെ നമ്മൾ നിയന്ത്രിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകതയുണ്ട്. അപ്പോൾ നമ്മൾ വിശദമായിട്ടുള്ള ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് സർക്കാർ ജോലിയൊക്കെ ലഭിക്കുവാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ സർക്കാർ ജോലിയിലുള്ളവർക്ക് സ്ഥാനക്കയറ്റമൊക്കെ ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ലീഡർഷിപ്പ് റോളൊക്കെ കിട്ടുന്ന ഒരു സമയമാണ് ഈ വരാൻ പോകുന്നത്. പൊതുജന സമ്പർക്കവുമായിട്ടുള്ള ജോലികൾക്ക് നല്ല ഒരു സമയമാണ്. രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ നല്ലൊരു സമയമാണ്. അതുപോലെ തന്നെ പൊതുജനങ്ങളുമായിട്ട് നമ്മൾ ഇടപെട്ടുകൊണ്ട് എന്ത് ജോലിയാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് ബിസിനസ് ആണോ ചെയ്യുന്നത് അതിൽ നിങ്ങൾക്ക് നല്ലൊരു സമയമാണ്. പ്രൊമോഷനും സ്ഥാനക്കയറ്റവും ഒക്കെ കിട്ടുവാൻ നിങ്ങൾക്ക് വളരെയധികം നല്ലൊരു സാഹചര്യം ഉണ്ടാവുന്നതാണ്. 2027 ജനുവരി മുതൽ മാർച്ച് വരെ ഉള്ള കാലഘട്ടം നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കണം. മേലുദ്യോഗസ്ഥരുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിൽ ചെറിയ ഈഗോ ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതൊക്കെ ഒന്ന് കുറച്ചാൽ മതിയാവുന്നതാണ്. ബിസിനസ് പരമായിട്ട് ബിസിനസ്സിൽ പാരമ്പര്യമായിട്ടുള്ള ബിസിനസ്സുകളൊക്കെ ലാഭം കൊണ്ടുവന്ന് തരുന്നതാണ്. പിതൃസ്വത്തൊക്കെ ഈ ബിസിനസ്സിനോട് ചേർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പുതിയ സംരംഭങ്ങളൊക്കെ 2027 ഏപ്രിലിന് ശേഷം നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ കൂടുതൽ മെച്ചമുണ്ടാകുന്ന ഒരു കാര്യമായിരിക്കും. നിങ്ങളുടെ ധനവരവില് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് സർക്കാരിൽ നിന്നുള്ള ഗ്രാൻഡ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ സർക്കാർ സംബന്ധമായിട്ട് കുറെ പണങ്ങൾ നിങ്ങൾക്ക് വരാനുണ്ട്, അതൊക്കെ കിട്ടും. അതുപോലെ തന്നെ തൊഴിലുള്ളവർക്ക് ബോണസ് ഒക്കെ ലഭിക്കുന്നതാണ്. പിതൃസ്വത്തൊക്കെ വന്നു ചേരുന്നുണ്ട്. ലോട്ടറി ഭാഗ്യമൊക്കെ കാണുന്നുണ്ട്. വീടും വാഹനവും ഒക്കെ വാങ്ങുവാനായിട്ട് നിങ്ങൾ ചെലവഴിക്കുന്നതാണ്. അതുപോലെ തന്നെ വിവാഹം നടക്കുന്നുണ്ട്. വിവാഹമാകാത്തവരുടെ അതിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഇതില് പണച്ചെലവ് വരുന്ന ഒരു കാര്യമാണ്. 2026 നവംബർ, ഡിസംബർ സമയങ്ങളിൽ നിങ്ങൾ സാമ്പത്തികമായിട്ട് ഒന്ന് ചെറിയ ഒരു ടൈറ്റ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബ ബന്ധങ്ങളില് കുടുംബത്തില് നിങ്ങൾക്ക് മാന്യതയൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. എല്ലാവരാലും നിങ്ങൾ സ്വീകരിക്കപ്പെടുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഇതുവരെ തള്ളിപ്പറഞ്ഞവർ പോലും നിങ്ങളുടെ വളർച്ച കണ്ട് അസൂയപ്പെടുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് പൂർവികന്മാരുടെ അനുഗ്രഹം ഒരുപാട് വരുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഈ സമയത്ത് ചെറുതായിട്ടൊരു അഹങ്കാരമൊക്കെ വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ അഹങ്കാരപൂർവ്വം കുടുംബത്തുള്ളവരോട് പെരുമാറുന്നത് കൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ദമ്പതിമാരെ ഈഗോ മാറ്റിവെച്ച് സംസാരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. 2027 ഫെബ്രുവരി മുതൽ ജൂൺ വരെ വിവാഹ ആലോചിക്കാനും നടത്തുവാനും പറ്റിയ ഒരു സമയമാണ്. വിവാഹാലോചനകളെല്ലാം നടത്തി ഈ സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. നിങ്ങൾ ഈ വർഷം ഒരുപാട് സമയം വെളിയിൽ നിന്നുള്ള ജോലിയൊക്കെ ചെയ്യുന്നത് ശ്രദ്ധിച്ചു വേണം. നിങ്ങൾക്ക് സൂര്യൻ കാരകനായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം ഒരുപാട് ഏൽക്കുന്ന ജോലികളൊക്കെ ചെയ്യുന്നത് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ജോലികളാണ് ചെയ്യുന്നതെങ്കിൽ അത് തുറന്നു പോവുകയല്ലാതെ നമ്മൾക്ക് നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ രാവിലെ സൂര്യ നമസ്കാരമൊക്കെ ചെയ്യുന്നതും കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് സൂര്യനെ നമസ്കരിക്കുന്നതുമൊക്കെ വളരെ നല്ലതാണ്. ചെമ്പ് പാത്രത്തിലെ വെള്ളമൊക്കെ രാവിലെ തന്നെ ഉണർന്നെഴുന്നേൽക്കുന്ന ഉടനെ കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് നിയമം പഠിക്കുന്നവർക്കൊക്കെ നല്ല ഒരു സമയമാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല സമയമാണ്. എന്നാൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥികൾക്ക് കൂടുതൽ നല്ലൊരു സമയമാണ്. മത്സര പരീക്ഷകളിലൊക്കെ വിജയമുണ്ടാകുന്നതാണ്. മാനേജ്മെന്റ് സ്ഥാപനങ്ങളിലൊക്കെ ജോലി ലഭിക്കുവാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ UPSC, PSC പരീക്ഷകൾ നിങ്ങൾ ഈ വർഷം കൃത്യമായിട്ട് എഴുതുകയാണെങ്കിൽ, കൃത്യമായിട്ടൊന്ന് തയ്യാറെടുത്ത് എഴുതുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജോലിക്കുള്ള ഒരു സമയമാണ്. നിങ്ങൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. അതും സർക്കാർ ജോലി തന്നെ കിട്ടുന്നതാണ്. UPSC, PSC ടെസ്റ്റുകൾ നിങ്ങൾ കൃത്യമായി പഠിച്ചെഴുതുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ അവസരങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇതില്
2026 അവസാനമാകുമ്പോഴത്തേക്കിനും ചെറിയ ശ്രദ്ധക്കുറവൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഒന്ന് മനസ്സ് മടിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊന്നും നിങ്ങൾ കാര്യമാക്കരുത്. എല്ലാം പോസിറ്റീവ് വിചാരിച്ച് മുന്നോട്ട് പോവുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് വിജയം ഉണ്ടാകുന്നതാണ്. ഈ വർഷം നിങ്ങൾക്ക് ജോലി സ്ഥലത്ത് പേരും പ്രശസ്തിയും എല്ലാം ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ തൊഴിലില് അല്ലെങ്കിൽ ബിസിനസ്സിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു പേരും പ്രശസ്തിയും നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിരിക്കും. സർക്കാർ സംബന്ധമായിട്ടുള്ള ഔദ്യോഗിക യാത്രകളൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് 2027 മെയ് മുതൽ ജൂലൈ വരെയുള്ള സമയങ്ങളിൽ വിദേശവാസ യോഗവും ആ വിദേശത്തേക്ക് പോയി ജോലിയൊക്കെ കിട്ടുവാനും ഒക്കെയുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കേസ്, പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വിജയിക്കാനുള്ള ഒരു സാഹചര്യം ഈ വർഷം ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും നല്ല മാസങ്ങൾ നിങ്ങൾക്ക് 2027 ഫെബ്രുവരി, ഏപ്രിൽ, ജൂൺ, ഓഗസ്റ്റ് ഈ മാസങ്ങള് നിങ്ങൾക്ക് ഏറ്റവും നല്ല മാസങ്ങളാണ്. ഈ സമയത്ത് എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് വിജയത്തിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. 2026 നവംബർ, ഡിസംബർ മാസത്തിൽ നിങ്ങളൊരു ശ്രദ്ധ വെക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഇണങ്ങുന്ന നിറം എന്ന് പറയുന്നത് ചുവന്ന നിറം, ഓറഞ്ച് നിറം എന്നിവയാണ്. ഇത് നിങ്ങളുടെ വസ്ത്രത്തിൽ ഉൾപ്പെടുത്തുകയോ അല്ലെങ്കിൽ കയ്യിൽ കരുതുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നിങ്ങളുടെ ഏറ്റവും നല്ല ദിവസം ഞായറാഴ്ച ദിവസമാണ്. ഞായറാഴ്ച വ്രതമൊക്കെ എടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾ സൂര്യ ഭഗവാനെ ഭജിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ്. ഓം ഹ്രീം സൂര്യായ നമ എന്ന മന്ത്രം ഉണർന്നെഴുന്നേൽക്കുന്ന ഉടനെ 108 തവണ ജപിക്കുന്നത് വളരെ നന്നായിരിക്കും. 108 തവണ നിങ്ങൾക്ക് ഏകാഗ്രമായിട്ട് ജപിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ മന്ത്രം 9 തവണയെങ്കിലും ജപിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ചുരുക്കി പറഞ്ഞാല് ഇപ്പോൾ നമ്മൾ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ പാലിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, അതായത് മറ്റ് മതത്തിൽപ്പെട്ട ആളുകളാണ് ഇത് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള മതത്തിലും ദൈവത്തിലും വിശ്വസിച്ച് മുന്നോട്ട് പോവുക. പക്ഷെ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണം. സഹജീവികളോട് നിങ്ങൾ കരുണ കാണിക്കണം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഫലം പൂർണ്ണമായിട്ടും ലഭിക്കുകയുള്ളൂ. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ മകത്തിന് കർമ്മം ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന്റെ ഫലവും കീർത്തിയും എല്ലാം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഏത് മേഖലയിലും നിങ്ങൾ വിജയിക്കുന്ന ഒരു സമയമാണ്. ഈഗോയും ദേഷ്യവും നിങ്ങൾ കുറച്ചാൽ എല്ലാ മേഖലയിലും നിങ്ങൾക്ക് വിജയം ഉണ്ടാകുന്നതാണ്. ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നുമില്ല. അങ്ങനെ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമുണ്ട്. പിതൃക്കളുടെ അനുഗ്രഹമാണ് ഈ വർഷത്തെ ഏറ്റവും വലിയൊരു ബലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കർക്കിടക മാസത്തിൽ വരുന്ന ആണ്ടുബലിയൊക്കെ ഒന്ന് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇത് മകം നക്ഷത്രത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു ഫലമാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ ഏതൊരാൾക്കും വന്ന് ഭവിക്കാവുന്ന ഫലമാണ്. നിങ്ങളുടെ ജന്മസമയം അനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ വരാമെങ്കിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾക്കിത് വന്ന് ഭവിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.